വെൽക്കം ടു ഓട്ട്കാട്ട ദ ഓട്ട് കാച്ചി ടോക്സ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നൊവേറ്റഡ് ലീസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു നൊവേറ്റഡ് ലീസ് എന്താണ്, അത് പിന്നെ നമ്മൾ പറഞ്ഞു അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയിൽ സംസാരിച്ചു. അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അത് മുമ്പ് കാണുക. എന്നാൽ ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി പറയാൻ പോകുന്നത് ഈ നൊവേറ്റഡ് ലീസ് 2 തരത്തിലുണ്ട്, അതെന്തൊക്കെയാണെന്നും പിന്നെ ഈ നൊവേറ്റഡ് ലീസിൽ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും മെയിൻ്റനൻസ് കോസ്റ്റ് അല്ലെങ്കിൽ കാറിൻ്റെ റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പാക്കേജ് ചെയ്യാമെന്ന്. അതിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ 2 തരത്തിലാണ് നൊവേറ്റഡ് ലീസുള്ളത്. ഒന്ന് ഫുള്ളി മെയിൻറ്റെയിൻഡ് നൊവേറ്റഡ് ലീസും മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് മാനേജ്ഡ് നൊവേറ്റഡ് ലീസ്. അപ്പോൾ ഈ പേര് ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണ്, ഒന്ന് ഫുള്ളി മാനേജ്ഡ് ആയിരിക്കും, ഒന്ന് നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അപ്പോൾ ഈ ഫുള്ളി മാനേജ്ഡ് നൊവേറ്റഡ് ലീസിൽ എന്താണ് നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നൊവേറ്റഡ് ലീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ സാലറി പാക്കേജിങ് പ്രൊവൈഡർ അവർ ത്രൂ ആയിരിക്കും നിങ്ങൾ ഈ നൊവേറ്റഡ് ലീസ് ചെയ്യേണ്ടാവുക. നൊവേറ്റഡ് ലീസ് അപ്പോൾ അവർ എന്തെല്ലാം ചെയ്തു തരും, നമുക്ക് വേണ്ടി ചെയ്തു തരും വിത്ത് എ ഫീസ്. അവർക്കൊരു ഫീസ് ഉണ്ട്, ആ ഫീസ് വെച്ച് അത് നമ്മളെ റീപേയ്മെൻറ്റിൽ ഒരു ഫീ എടുക്കുക അവർ ഓരോ റീപേയ്മെൻറ്റിലും. അപ്പോൾ ആ ഫീ വെച്ച് അവർ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഫുള്ളി നൊവേറ്റഡ് ലീസിൻ്റെ അണ്ടറിൽ പറയുന്നത്. വേറെ ഒന്നുമല്ല, ആദ്യം അവരെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നൊവേറ്റഡ് ലീസ് ഫുള്ളി നൊവേറ്റഡ് ലീസിൽ പോകാനുണ്ടെങ്കിൽ, ഫുള്ളി മെയിൻറ്റെയിൻ നൊവേറ്റഡ് ലീസിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു കാറ് കണ്ടുപിടിക്കും. നമ്മൾ പറയും ഒരു കാറ് വേണമെന്ന്, അവർ ആ കാറ് എവിടെ നിന്ന് വാങ്ങാമെന്ന് കണ്ടുപിടിക്കും, എവിടെ നിന്ന് സോഴ്സ് ചെയ്യും, അതായത് ഏത് ഡീലർ എന്നുള്ള ആ ഏത് ഡീലറിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ അവർക്ക് ഉള്ള കോണ്ടാക്ട്സ് ഉപയോഗിച്ച് അവർ അവിടെ നിന്ന് ഉള്ള പരിപാടി സോഴ്സ് ചെയ്യാൻ നോക്കും, കാറ് സോഴ്സ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കാറ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യും അവരായിട്ട്. അപ്പോൾ അവർക്കൊരു എന്താ പറയുക, അവരൊരു ബിഗ് ഓർഗനൈസേഷനാണ്, അവർ കുറേ പേര് വാങ്ങുന്ന കാരണം അവർക്ക് ഒരാൾ പോയി നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് എളുപ്പത്തിൽ കുറേ കാറ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാർഗെയിൻ ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അവർ നമുക്ക് വേണ്ടി കാറിൻ്റെ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യും. ഈ കാറിൻ്റെ പ്രൈസും കാറ് കണ്ടുപിടിച്ചു, കാറിൻ്റെ പ്രൈസ് കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നേരെ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതെങ്കിലും ഒരു ബാങ്കോ അല്ലെങ്കിൽ ലോൺ കൊടുക്കണ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും, അതായത് നമ്മുടെ ലോൺ അറേഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് 3 കാര്യങ്ങളായി. ലോൺ അറേഞ്ച് ചെയ്തു. ലോൺ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വേറെ ഒന്നുമല്ല, അവർ നമ്മളായിട്ട് കോണ്ടാക്റ്റിൽ വരും. നമ്മളായിട്ട് കോണ്ടാക്റ്റ് വന്ന് റണ്ണിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഫിഗർ ഔട്ട് ചെയ്യാൻ അവർ നമ്മുടെ സഹായം ചോദിക്കും. അതായത് നമ്മളൊരു വർഷം എന്തോരം കിലോമീറ്റർ ഓടിക്കും, എന്തോരം യാത്രകൾ പോകും, നിങ്ങൾക്ക് എവിടെയാണ് വണ്ടിയുടെ ഇൻഷുറൻസ്, അതായത് നമ്മുടെ റണ്ണിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും, അതായത് വണ്ടി ഉപയോഗിക്കാനും മെയിൻറ്റെയിനും ചെയ്യാനുള്ള പരിപാടികൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ അത് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിൻ്റെ റീപേയ്മെൻറ്റ് കാൽക്കുലേഷൻ നടക്കും. അതായത് നമ്മുടെ ലീസ് പീരീഡിൽ ചിലപ്പോൾ 1 വർഷമായിരിക്കാം, ചിലപ്പോൾ 5 വർഷമായിരിക്കാം. ഈ നമ്മുടെ എത്രയാണ് നമ്മുടെ ലീസ് പീരീഡ് അനുസരിച്ച് ആ ലീസ് പീരീഡിലേക്ക് ഈ റണ്ണിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഈ റണ്ണിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ റീപേയ്മെൻറ്റ്സ് സെറ്റ് ചെയ്യും. ആ റീപേയ്മെൻറ്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ എംപ്ലോയറായിട്ട് ഈ നമ്മുടെ റീപേയ്മെൻറ്റ് അറേഞ്ച്മെൻറ്റ് നടത്തും. അപ്പോൾ എംപ്ലോയറായിരിക്കും ഈ പൈസ അടയ്ക്കുന്നത്. അപ്പോൾ എംപ്ലോയറായിട്ട് ഇത് അറേഞ്ച് ചെയ്യും. പിന്നെ ചിലപ്പോൾ അല്ല, ഒരുവിധം എല്ലാവരും നമുക്ക് ഫ്യൂവൽ ഈ റണ്ണിങ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരു ഫ്യൂവൽ കാർഡ് തരും. ആ ഫ്യൂവൽ കാർഡ് തരണമെങ്കിൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്യൂവൽ കാർഡ് വെച്ച് നമുക്ക് പെട്രോൾ അടിക്കാം. ഫ്യൂവൽ കാർഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ആ പെട്രോൾ അടിച്ച ബില്ല് കൊണ്ടുപോയി റീഎംബേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്യൂവൽ കാർഡായിരിക്കും കുറച്ചുകൂടി എളുപ്പമുള്ള ഓപ്ഷൻ. നമ്മുടെ ഫ്യൂവൽ കാർഡിലെ പൈസ തരുന്നവരെ നമുക്കത് ഉപയോഗിക്കാം, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് അടിച്ച് തീർക്കാം. അപ്പോൾ അതാണ് ഈ ഫുള്ളി മെയിൻറ്റെയിൻഡ് നൊവേറ്റഡ് ലീസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണ് സെൽഫ് മാനേജ്ഡ് നൊവേറ്റഡ് ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ തന്നെ ഓർഗനൈസ് ചെയ്യുന്നു, നിങ്ങൾ തന്നെ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സെൽഫ് മാനേജ്ഡ്
നോവേറ്റഡ് ലീസ്. അതായത് കാറ് നിങ്ങൾ തന്നെ പോയി കണ്ടുപിടിക്കണം, ഏത് ഡീലർഷിപ്പിൽ നിന്ന് വാങ്ങണം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അവരുടെ പ്രൈസ് അവരായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം. ഈ പ്രൈസ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളിത് എന്താ പറയുക, നമ്മളൊരു ലോൺ തരണ പ്രൊവൈഡറെ കണ്ടുപിടിക്കണം. ആ ലോൺ തന്ന പ്രൊവൈഡറായിട്ട് നമ്മൾ അവരായിട്ടുള്ള അവരുടെ ഡീലും അവരുടെ ടേംസും കണ്ടുപിടിച്ച് പിന്നെ നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ നോക്കി നമ്മൾ അതിനെ റീപേയ്മെൻറ്റ് സ്ട്രക്ചറാക്കി മാറ്റി നമ്മൾ നമ്മുടെ എംപ്ലോയറായിട്ട് ടോക്ക് ചെയ്ത് പിന്നെ എംപ്ലോയറായിട്ട് ഈ നോവേറ്റഡ് ലീസിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യണം. അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ അതിനേൽ മറ്റേ അവർ കുറച്ചും കൂടി എക്സ്പെർട്ട് ആയാൽ അവർക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടൻറ്റിനെ വെച്ച് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരൊക്കെ ആയിട്ട് വെച്ച് ഡിസ്കസ് ചെയ്ത് ചെയ്യിക്കാം. പക്ഷേ ഇതാണെങ്കിൽ അവർ ചെയ്തു തരിക, അവരൊരു ചാർജ് ഫുള്ളി മെയിൻറ്റെയിനിൽ അവർ ചാർജ് ചെയ്തിട്ട് നമുക്കിത് പാക്കേജ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തു തരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഈ നോവേറ്റഡ് ലീസിൽ ഇൻക്ലൂഡ് ചെയ്തതിന് വല്ല ഗുണമുണ്ടോ? പലതരത്തിലാണ് ആൾക്കാർ പറയുക, പലതരത്തിലും പറയുന്നുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഓരോരുത്തരുടെ ഇൻകം വെച്ചും ഓരോ കമ്പനികൾ നിങ്ങൾക്ക് എത്ര FBT എക്സംഷൻ തരാം അല്ലെങ്കിൽ എത്ര അവർക്ക് നിങ്ങൾക്ക് FBT തരാം, അതായത് ഫ്രിഞ്ച് ബെനിഫിറ്റ് തരാൻ പറ്റും എന്നുള്ളതനുസരിച്ചാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരണേ. ചില കമ്പനികൾക്ക് ഫ്രിഞ്ച് ബെനിഫിറ്റ് തരാൻ താല്പര്യം ഉണ്ടാവും, ചില കമ്പനികൾക്ക് ഫ്രിഞ്ച് ബെനിഫിറ്റ് തരാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനെ ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സാലറി കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അതിനും ബേസ്ഡ് ആയിട്ട് ഈ സംഭവങ്ങൾ നടക്കും. അപ്പോൾ നിങ്ങൾ ഈ റണ്ണിങ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വലിയ വില കൊടുത്ത കാറ് വാങ്ങിച്ചിട്ട് റണ്ണിങ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ മെത്തേഡിലായിരിക്കും കിടക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ റണ്ണിങ് കോസ്റ്റ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സിൽ വലിയ കുറവുണ്ടാവില്ല. എന്നാൽ വലിയ വിലയില്ലാത്ത കാറ് വാങ്ങിച്ച് റണ്ണിങ് കോസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാക്സിൽ അത് ബെനിഫിറ്റ് ഉണ്ടാവും. എന്നാൽ അതേസമയം റണ്ണിങ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു തരത്തിൽ നല്ലതാണ്. ശമ്പളം കൂടിയാലും കുറഞ്ഞാലും തന്നാലും ഇല്ലെങ്കിലും, വേറെ ഒന്നും കൊണ്ടല്ല. ഈ റണ്ണിങ് കോസ്റ്റ് സാധാരണ സ്ഥിതിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ലാ റണ്ണിങ് കോസ്റ്റ്, അതായത് രജിസ്ട്രേഷൻ ഫീ അല്ലെങ്കിൽ കാർ സർവീസ് ഫീ അല്ലെങ്കിൽ ഫ്യൂവൽ ടയർ മാറ്റണ ഫീ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ എന്താ പറയുക എല്ലാ കാറിൻ്റെ മെയിൻ്റനൻസും ഇവർ നമ്മുടെ ഈ ലീസ് പീരീഡിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ റീപേയ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഫോർട്ട് നൈറ്റ് റീപേയ്മെൻ്റ് ആണെങ്കിൽ മന്ത്ലി റീപേയ്മെൻ്റ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫീ $800 അടയ്ക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ $800 തപ്പി നടക്കുന്നതിന് പകരം ആ ബിൽ ഷോക്ക് ഒഴിവാക്കണം, പെട്ടെന്ന് കിട്ടുന്ന ആ ബില്ലിൻ്റെ ആഘാതം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി അവരത് ഡിവൈഡ് ചെയ്ത് മന്ത്ലി ആക്കി തരും. അപ്പോൾ നമ്മുടെ എല്ലാ റണ്ണിങ് കോസ്റ്റും മന്ത്ലി അല്ലെങ്കിൽ ഫോർട്ട് നൈറ്റിലായിട്ട് അവർ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് നമ്മുടെ സാലറിയിൽ നിന്ന് എടുക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വലിയ ഷോക്ക് കിട്ടില്ല, പൈസ ചെറിയ എമൗണ്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഈ മെയിനായിട്ട് ഈ മെയിൻ്റനൻസ് കോസ്റ്റ് അല്ലെങ്കിൽ റണ്ണിങ് കോസ്റ്റ് ഈ നോവേറ്റഡ് ലീസിൽ ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ ഗുണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുമെന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ ഓട്ട് കാച്ചി ടോക്ക്.